ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2-3 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. ഇതിലെ നമ്മുടെ മൻഹാൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളെല്ലാം ഓപ്പൺ ആയില്ലേ, അതിൻ്റെ വിശേഷങ്ങളും, പിന്നെ ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ, സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഏത് ഐറ്റംസ് എല്ലാം വാങ്ങിയെന്ന് ലാസ്റ്റ് സ്കൂൾ ഓപ്പൺ ആക്കാൻ പോകുമ്പോഴുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന്. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. ഇതൊരു ദിവസമില്ലേ ഞാനിങ്ങനെ മോൻ്റെ ബുക്കെല്ലാം പൊതിയിടലാന്നേ. എന്താ പറയുക, മൻഹാക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല, മൈസാൻ്റെ ക്ലാസ് തുടങ്ങി, ഓപ്പൺ ആകലായി. അതുപോലെ തന്നെ മുഹമ്മദിൻ്റെതും. അപ്പോൾ അല്ലേ മുഹമ്മദിൻ്റെത് മൈസൻ്റെത് ഓളന്നെ ഇടും, ഞാൻ മുഹമ്മദിൻ്റെത് അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പം അതിനിടയിലില്ലേ നമ്മൾ ആ ഒരു പഴയ ഷോപ്പിംഗ് വീഡിയോ കണ്ടു നോക്ക്. ഞാൻ ഈ വീഡിയോ കുറച്ച് ഭാഗങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടായിനി, സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതിൽ ഞാൻ എന്തെല്ലാം ഐറ്റംസ് വാങ്ങിയെന്ന് ഞാൻ അതിൽ ഷെയർ ആക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും കണ്ടോക്കട്ടെ. നമ്മൾ രാത്രി പോയതാണേ. അപ്പോൾ ഉപ്പാൻ്റെ വണ്ടി കണ്ടേരം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അവിടെ ആയിട്ടാണ് ജിമ്മില്ലത്. അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ പോലെ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ മുഹമ്മദിനും മൈസക്കും ബാഗ് വാങ്ങണം. മുഹമ്മദിനാണെങ്കിലേ ഈ ഒരു ബ്ലാക്കിൽ വൈറ്റ് വരുന്ന ബാഗാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായ. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസിനോടൊന്ന് ഇഷ്ടം കുറവാണ്. അതിപ്പം ഡ്രസ്സായാലും എന്താ പറയുക, ഇങ്ങനത്തെ ബാഗ് കാര്യങ്ങളായാലും പാത്രങ്ങളായാലും അങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന കളേഴ്സൊന്നും ഇഷ്ടമല്ല. ഒന്നിക്കൽ ബ്ലാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേജ് ഷെയ്ഡ്, ഓഫ് വൈറ്റ്, അങ്ങനത്തെ കളേഴ്സിനോടാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഈ പ്രാവശ്യം കണ്ണിൽ പിടിച്ചത് ബ്ലാക്ക് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ബ്ലാക്ക് ബാഗ് തന്നെയാണ് കണ്ണിൽ പിടിക്കുക. ചില സമയമെല്ലാം മുഹമ്മദ് എന്താ പറയുക ബ്ലൂ വേണോ എന്ന് പറയുമ്പോൾ വാങ്ങി കൊടുക്കലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ മുഹമ്മദും ഓനിക്കും ബ്ലാക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അങ്ങനെ നല്ല ഭംഗിയുള്ള ബാഗാണ് ഉള്ള. അങ്ങനെ നല്ല അടിപൊളി വാട്ടർ ബോട്ടിലും കാര്യങ്ങളും എല്ലാം കിട്ടി. പിന്നെ ടിഫിൻ ബോക്സ് നോക്കിയതില്ലേ നമുക്കിഷ്ടപ്പെട്ടത് ഇല്ല, കുറേ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ സാധാരണ ദുബൈയിൽ നിന്ന് കൊണ്ടുവരുത്താണ് ടിഫിൻ ബോക്സ്. അപ്പം അത് ആ ഒരു ബേജ് ഷെയ്ഡിലുള്ള ആ ടിഫിൻ ബോക്സ് ഒന്നും ആയിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു അതന്നെ എടുക്കാമെന്ന്. കാര്യം ഇഷ്ടപ്പെട്ട കളർ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു മനസ്സിന് തൃപ്തിയാണെന്നറിയൂലേ, ഞാൻ എന്ത് കാര്യം എടുക്കുന്നുണ്ടെങ്കിലില്ല, എൻ്റെ മനസ്സിന് തൃപ്തിയായത് മാത്രമേ എടുക്കുക. ഒരാളത് ചെയ്യുന്നു വിചാരിച്ചിട്ടോ ഒരാളത് കണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അതുപോലെ ചെയ്യലേ ഇല്ല. എനിക്കത് എൻ്റെ മനസ്സിൽ തോന്നും അതെനിക്ക് പറ്റിയതാണോ അങ്ങനെ എന്നാൽ മാത്രമേ ഞാനത് എടുക്കും. അതുകൊണ്ട് തന്നെ ടിഫിൻ ബോക്സ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, സ്നാക്സ് ബോക്സ് ഇല്ലേ, ഇതാണ് എടുത്തിട്ടുള്ളത്. ചൂടിലെ ഐറ്റംസും കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ബ്ലാക്ക് ടിഫിൻ ബോക്സാണ് ഉണ്ടായിട്ടുണ്ടായിന്, പക്ഷേ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ബേജ് അതിൻ്റെ അത്ര ഭംഗിയുള്ള ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ അതുതന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ഇവർ ക്യാൻറ്റീനിൽ നിന്നായിരിക്കും ഫുഡ് കഴിക്കാം. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും, എപ്പോഴല്ല ഇടയ്ക്കിടയ്ക്കേന്ന് ടിഫിൻ ബോക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ മൈസക്ക് ബാഗ് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ബാഗാണ് ഇഷ്ടമായ. ചോള് പറഞ്ഞത് വേണ്ട, മംഗലപ്പുര പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ എന്താ പറയുക ആ ഒരു കിട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓള് പറഞ്ഞാൽ അത് എനിക്ക് വേണ്ട. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ പറയും ദൂരിക്കൂടി നല്ല ഭംഗിയുണ്ട്, പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഓളും ഒരു നല്ല ഭംഗിയുള്ള ഓൾ ഈ ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ മുഹമ്മദിന് എന്താ പറയുക ആ ഒരു വൈറ്റും ബ്ലാക്കും കുറച്ച് വലുതാണ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ നമ്മളൊരു വേറൊരു ബാഗ് ഉണ്ട് അതാണേ എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം പ്രൈസ് നോക്കലാന്ന്. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം നാട്ടിലത്തെ പ്രൈസ് എത്രയാണെന്ന് നോക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ വെറുതെ എടുത്തിട്ട് നോക്കലാണ്. പ്രാവശ്യം പോയവരെല്ലാം ബ്ലാക്കാണ് എൻ്റെ കണ്ണിൽ പിടിക്കുന്നത്. അങ്ങനെ എൻ്റെ മാത്രമല്ല കാൻ്റെയും മക്കളെയും എല്ലാം ബ്ലാക്ക് തന്നെയാണ്. അങ്ങനെ ബ്ലാക്ക് കൊട, മൈസൊക്കെ ഇതാ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ബ്ലൂ കൊടയിലായിട്ട് മുഹമ്മദ് വന്നേരം ഞാൻ പറഞ്ഞു ബ്ലാക്ക് തന്നെ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനോട് പറഞ്ഞ് എന്താ പറയുക ഓൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു ബാഗ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഇതാദ്യം കണ്ടിട്ടില്ലേ. പിന്നെ മുഹമ്മദിന് ഈ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുഹമ്മദിന് അങ്ങനെ ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് നമ്മ ഓനോട് പറഞ്ഞു മറ്റേതാണെന്നുണ്ടെങ്കിൽ വലിയ ബാഗാണ്, അത് നോക്കിയാൽ വലിയ ബാഗല്ലേ, ബുക്കും കൂടി ഇടുമ്പം ഇങ്ങനെ താണു നിൽക്കും. ഓനോട് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. എനിക്കില്ലേ എന്ത് ഐറ്റംസ് എടുക്കുകയെന്നുണ്ടെങ്കിലും അത് കുറച്ച് സെലക്ട്
ചെയ്തിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് മാഷാല്ലാ പെട്ടെന്ന് കിട്ടലുണ്ട്. ഞാൻ കുറേ സമയം വലിച്ചു വാരിയിടാം അങ്ങനത്തെ ഒന്നുമില്ല. ഡ്രസ്സായാലും എന്തായാലും പെട്ടെന്ന് കിട്ടും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ മുഹമ്മദിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ബാഗോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഓൻ പറയും ഇർഫാനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് പറയാത് ഇർഫാനൊക്കെ ഇഷ്ടമായിന്ന് അങ്ങനെ. പിന്നെ ലഞ്ച് ബോക്സ് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു ബേജ് ഭയങ്കര ഭംഗിയുള്ളതല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു അതന്നെ എടുക്കാം, അതന്നെ യൂസ് ചെയ്യാമെന്ന്. ഒന്നും ആയിട്ടൊന്നുമില്ല അത് അങ്ങനെ. പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷെ ബ്ലാക്ക് എവിടെയും കണ്ടിട്ടില്ല. പിന്നെന്താ ഇനിയിപ്പോൾ ഇതാ ഞാൻ പൊതിയലിടലാണ്. ഇതിപ്പം പെരുന്നാളെല്ലാം കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ആണ്. അത് പെരുന്നാളിന് മുമ്പേ ഒരാഴ്ച 2 ആഴ്ച മുന്നേ ഞാനൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിട്ടില്ലേ, അതിൽ ഞാൻ കാണിക്കാത്ത ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയെന്നു മാത്രം. ഞാനില്ലേ മോൻ്റെ പൊതിയിടുന്ന തലേ ദിവസമാണ്, സ്കൂൾ ഓർക്കുന്നതിൻ്റെ തലേ ദിവസമാണ്. വെക്കേഷനെല്ലാം കഴിഞ്ഞ് സ്കൂളെല്ലാം തുറന്നില്ലേ, അപ്പില്ലേ നമ്മൾ കുട്ടികളുടെ ദിനചര്യയെല്ലാം മാറി വരാനും തുടങ്ങി. അപ്പോൾ അവർക്ക് ഇപ്പം ക്ലാസ്സുകളും പരീക്ഷയും പ്രൊജക്റ്റും എല്ലാം ആയിട്ട് ഭയങ്കര തിരക്കിലേക്ക് പോകുന്ന സമയമായിരിക്കും. ഓരോ അധ്യയന വർഷവും മുന്നോട്ട് പോകുമ്പില്ലേ നമ്മൾ കുട്ടികളുടെ പഠനഭാരവും മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നതായിട്ട് അധിക പാരൻസും പറയലില്ലേ. കുട്ടികൾക്ക് മാത്രമല്ല ടെൻഷൻ, നമ്മൾ രക്ഷിതാക്കൾക്കും അതേ ടെൻഷനും ആശങ്കയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നാലില്ലേ ഈ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ പഠനം എന്താ പറയുക എളുപ്പമാക്കാനും അതൊരു ഭാരമായിട്ട് തോന്നിക്കാണ്ടിരിക്കാനും കളിയിലൂടെയും ചിരിയിലൂടെയും ലളിതമായ രീതിയിൽ സബ്ജക്റ്റുകൾ മനസ്സിലാക്കി കൊടുക്കാനില്ലേ ആൽബിഡോ എഡ്യൂക്കേറ്റർ നമ്മളെ സഹായിക്കും കേട്ടോ. നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ആൽബിഡോ എന്ന്. സ്കൂളിലെ തിരക്കുകൾ ഹോംവർക്കും അതിൻ്റെ ഇടയിലില്ലേ നമ്മളെ കുട്ടികളെ വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് കിട്ടലില്ല. അപ്പം ഇല്ലേ ആൽബിഡോയിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികളിലെ അവരുടെ സമയത്തിനനുസരിച്ച് സംശയങ്ങൾക്ക് ഉടനടി മറുപടി കൊടുക്കും, അവരെ പഠിക്കാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അനാവശ്യമായ സ്ട്രെസ് അക്കാദമിക് പ്രഷറൊന്നും കൊടുക്കാണ്ട് പഠനത്തെ അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആൽബിഡോയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇല്ലേ ഓൺലൈൻ സ്കൂളിങ് വീട്ടിലിരുന്ന് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ പിന്തുണയോടെ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചിട്ടുള്ള പഠന രീതിയായിരിക്കും ആൽബിഡോ നമ്മൾ കുട്ടികൾക്ക് ഒരുക്കാം. അപ്പോൾ ഇല്ലേ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മാത്രം കുട്ടികളെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതുമാണ്. ഇവിടെ A+ ക്യാമ്പസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെറും പഠന രീതിയല്ല. ഓരോ കുട്ടിക്കും എല്ലാ വിഷയത്തിലും ഉയർന്ന മാർക്ക് A+ ഉറപ്പാക്കുക എന്ന പ്രത്യേക കോച്ചിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അക്കാദമിക് എക്സലൻസ്, പഠന പുസ്തകങ്ങൾക്കപ്പുറം ആശയങ്ങൾ എന്താ പറയുക കുട്ടികൾക്ക് ആശയങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാനും പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള പരിശീലനവും കൂടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് അവർ കൊടുക്കും. ഈ അക്കാദമിക് ഇയറിലെ നമ്മൾ കുട്ടികൾക്ക് മികച്ച വഴികാട്ടിയാവാൻ വേണ്ടിക്ക് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആൽബിഡോ. അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തോ. അപ്പം ഈ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ചിലർക്ക് കിട്ടലില്ല എന്ന് പറയലുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല എന്തെങ്കിലും കമൻറ്റിൽ ഞാനിവിടെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ലേറ്റ് ആക്കണ്ട. ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മൾ കുട്ടികളെ മിടുക്കരാക്കാൻ വേണ്ടിക്ക് അവരുടെ പഠനം ഈസി ആക്കാൻ വേണ്ടിക്ക് അവർക്ക് പഠനത്തിൻ്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്കായാലും പാരൻസിനായാലും ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം കുറക്കാൻ വേണ്ടിക്ക് നമുക്ക് ആൽബിഡോ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്ത് നോക്കാം, മടിച്ച് നിൽക്കേണ്ട. വീഡിയോ കണ്ട ഉടൻ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് കൊടുക്കുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മാത്രം ജോയിൻ ചെയ്താൽ പോരെ അങ്ങനെ. അപ്പോൾ എന്താ വിളിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക. എന്നാലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഗ്രൂപ്പല്ല, വാട്സപ്പ് അവർ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ബാക്കി അവരോട് ചോദിച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അങ്ങനെ. ഇതിനിടയിലേ എൻ്റെ പൊതിയിടലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെയും കൂടിയിട്ടാണ് പൊതിയിടൽ. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേ പറയുന്നുണ്ടായിരുന്നു മോൻ്റെ പൊതിയിടേണ്ടതെന്നല്ല.
പക്ഷേ ഞാൻ പിന്നെ എനിക്ക് എന്തെല്ലോ തിരക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എന്തെല്ലോ തിരക്കിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇടാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റിലേക്ക് വെച്ചതാണ്. അപ്പം ഇന്ന് ഇക്കാക്ക് എന്തോ തിരക്കുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ എന്താ എനിക്ക് ഇഷ്ടമാണ് പുതിയലിടാൻ വേണ്ടിക്ക്. പക്ഷേ ഇതിപ്പം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ, എൻ്റെ ഇത് വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. മാഷാ അല്ലാ, ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ, അതിൽ ഞാൻ എന്തോ ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് ചില സമയത്ത് ഞാൻ കുറേ നാൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുമ്പം ഓരോരോ വേർഡ്സ് ഞങ്ങൾക്ക് അധികമായിട്ട് പറഞ്ഞു പോകും. ഈ എന്താ പറയുക, അതുപോലെ തന്നെ അങ്ങനെ അതിൽ കുറേ കമൻ്റ് കണ്ടിട്ടുണ്ടായിനി. എന്തിനാ എത്രയാ പ്രാവശ്യം അങ്ങനെയെന്ന് പറയുന്നതെന്ന്. അങ്ങനെ എന്താ പറയുക, അവരെ ഫാമിലി നല്ല നല്ല കമൻറ്റ്സ്, ആ കമൻറ്റ്സ് വായിച്ചു നോക്കിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ താങ്ക് യു സോ മച്ച്. അത്രയും കമൻറ്റ് ഇടാനുള്ള നിങ്ങളുടെ മനസ്സിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ പിന്നെന്താ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹാപ്പി ന്യൂസും കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നിലെ ഇതിപ്പം ഞാൻ മൻഹൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അതിനെല്ലാം പോയിട്ട് വന്ന് എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഫാമിലിയിൽ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിനി. അങ്ങനെ പോയി വന്ന് ഞാൻ ഇക്കാനെയും കൂട്ടിയിട്ടില്ലേ മൻഹക്ക് കുറച്ച് ഗിഫ്റ്റ് എല്ലാം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളില്ലേ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കലൊന്നുമില്ല. പക്ഷേ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിക്ക് എന്തെങ്കിലും സ്വീറ്റായിട്ട് വാങ്ങും, അവർക്ക് കുറച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് എല്ലാം കൊടുക്കലുണ്ട്. അതെപ്പോഴും ഞാൻ അധികം ചെയ്യലുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് കേക്ക് കട്ട് ചെയ്ത് ഭയങ്കര പാർട്ടി വെച്ച് അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല. ആദ്യം ചെയ്യലുണ്ട്. ഇപ്പം കുറേ കാലമായി അങ്ങനെ ചെയ്യാതെ. പക്ഷെ എന്തെങ്കിലുമായിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കലുണ്ട് മക്കൾക്ക്. അവരങ്കും തരുത്തുണ്ട് എൻ്റെ ബർത്ത്ഡേക്ക്. അങ്ങനെ പിന്നെ ചെറുതിലല്ലേ അവർ പേപ്പറിൽ ഐ ലവ് യു മമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ മക്കളെ ഓറിയോ എൻ്റെ എല്ലാം ഫോട്ടോ എല്ലാം വരച്ചിട്ട് അങ്ങനെയെല്ലാം തരുത്തുണ്ട്. അങ്ങനെ അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ. അപ്പം ഞാൻ ഇക്കാനെയും കൂട്ടിയിട്ട് വേഗം പോയിട്ട് കുറച്ച് അവർക്ക് കിൻഡർ ജോയ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അധികം അങ്ങനെയെല്ലാം തന്നെയാണ് എടുക്കൽ. പിന്നെ ആ ഒരു കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, അത് ആ ഒരു ഐഫോണിൻ്റെ പാക്കിലെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ അത് കണ്ടേരം എനിക്ക് ഇഷ്ടമായിട്ട് അതും ഞാൻ വാങ്ങി. അങ്ങനെ മക്കൾ വീട്ടിലാണേ ഇല്ലേ, നമ്മൾ പുറത്താണെന്നുള്ള രാത്രിയാണേ. ഞാൻ പറഞ്ഞിട്ടില്ല എൻഗേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ മഗ്‌രിബ് നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഒക്കെയും കൂടിയിട്ടൊന്ന് പുറത്ത് പോയതാണ് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ ഇന്ന് ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും ജസ്റ്റ് വിഷയം മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മൻഹക്ക് അറിയില്ല. അങ്ങനെ പിന്നെന്താ, മുഹമ്മദ് ജനലിൻ്റെ ഉള്ളിലേ നോക്കുന്നുണ്ട്. എന്നിട്ട് മൻഹാനോട് പറഞ്ഞ ഐഫോണാന്നിട്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതെന്നല്ല. അപ്പോൾ ഓൻ ആ ഒരു പാക്കറ്റ് കണ്ടൊരു ഐഫോണാണെന്നാന്ന് തോന്നുന്നു വിചാരിച്ചേ. പിന്നെ പക്ഷേ അതിൽ കുനാഫ ചോക്ലേറ്റാണ്. അങ്ങനെ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിക്ക്. എന്താ പറയുക, കറക്റ്റ് പിങ്ക് കളർ തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ, എന്നിട്ട് ഞാനതെല്ലാം വണ്ടിയിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് വെക്കുക, എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ഉണ്ടായിട്ടുണ്ടായിന്. കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യൽ ഫോട്ടോസ് എടുക്കലെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല. ഫോണ് പൊട്ടുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ കുറേ വീഡിയോസ് ഫോട്ടോസും എല്ലാം ആകുമ്പോൾ ഞാനങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയലാണ്. അപ്പോൾ ഇപ്പം ഇല്ലേ ഞാൻ എല്ലാ മെമ്മറീസും ഓർത്ത് വെക്കാൻ വേണ്ടിക്ക് ഓരോ കാര്യങ്ങളും എടുത്തു വെക്കലുണ്ട്. കാര്യം കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവില്ലേ. അങ്ങനെ അപ്പോൾ ഇതാ ചെറിയൊരു പീസ് കേക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. വലിയ കേക്കൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ ആരും തിന്നൊന്നും ചെയ്യില്ല, ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ മൻഹാക്ക് ഇഷ്ടമുള്ള ആ ഒരു ലബാൻ്റെ ആ ഒരു കുനാഫ പിസ്താഷ്യൂ ആ ഒരു സംഭവം എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഓളെ വിളിച്ച് പറഞ്ഞില്ലേ, ഈ എന്താ പറയുക ബർത്ത്ഡേക്ക് നമ്മൾ പുതിയ ഡ്രസ്സ് ഇടുക, പുതിയ ഡ്രസ്സ് വാങ്ങുക, അങ്ങനത്തെ ഒന്നും പരിപാടിയൊന്നും ഉണ്ടാവില്ലേ. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എൻഗേജ്മെൻറ്റിന് പോയ അതേ ലുക്കിലാണില്ലേ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ടായിന് മാഷാ അല്ലാ. അങ്ങനെ മൻഹ വന്ന് നമ്മൾ ആ സ്വീറ്റും കാര്യങ്ങളെല്ലാം ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം
അപ്പുറം കഴിച്ച് അങ്ങനെ. ഞാൻ നല്ലൊരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിനി, കാണാത്തവർ കണ്ടോക്കാം കേട്ടോ. പിന്നെന്താ, മൈസാക്കും സെയിം നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനിട്ട ഡ്രസ്സാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൈസാക്കും സെയിം ഈ ഒരു ഡ്രസ്സ് തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെന്താ, ഞാനങ്ങനെ ഫ്ലവേഴ്സും ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു ചെറിയ സന്തോഷം അത്ര തന്നെയാണ്. ഭയങ്കരമായിട്ട് പാർട്ടി വെക്കുക അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓരോരോ സമയം ഓരോരോ ബർത്ത്ഡേക്കും എന്തെങ്കിലുമായിട്ട് ചെറുതാണെന്നുണ്ടെങ്കിലും ഗിഫ്റ്റ് ഞാൻ കൊടുക്കലുണ്ട് മക്കൾക്ക്. അവരനക്കും തരുത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സമയമെല്ലാം എന്തെങ്കിലും ഗോൾഡോ ബ്രേസ്ലെറ്റോ റിങ്ങോ കാര്യങ്ങളോ എല്ലാം കൊടുക്കലുണ്ട്. അങ്ങനെ ഈ ഒരു ചോക്ലേറ്റിൽ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാൻ വേണ്ടിക്ക്. അതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ ചോക്ലേറ്റ്, സാധാരണ കുനാഫ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ചില ചോക്ലേറ്റ് ക്വാളിറ്റി ഇല്ലാത്ത ചോക്ലേറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ കഴിക്കുമ്പോൾ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് ഞാൻ അവിടെ കണ്ടേരം വാങ്ങി നോക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുനാഫ ചോക്ലേറ്റ് ആണെന്നൊന്നും കണ്ടിട്ടില്ല, നമുക്കറിയില്ല. പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ അവൾ അതെല്ലാം ഓപ്പൺ ആക്കി, അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിനി. എപ്പോഴും ഞാൻ 3 കിൻഡർ ജോയ് തന്നെ വാങ്ങും, കാരണം അടിയാണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമൊന്നും കിൻഡർ ജോയ് കഴിക്കാൻ വേണ്ടിക്കല്ല, അതിൻ്റെ ഉള്ളിലെ ടോയ് കിട്ടാം. അവരുടെ ചെറുതിലേ എടുത്തു വെച്ച ടോയ് അടക്കം കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇവർ കഴിച്ച അത്രയും കുറേ ടോയ്സ് ഉണ്ട് അവരെ കയ്യിൽ, കിൻഡർ ജോയിൻ്റെ ഉള്ളിലുള്ള. ഞാൻ കുറേയെല്ലാം അടിച്ചു വരുമ്പോൾ കിട്ടുമ്പോൾ കളയും. നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് അതിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ, അതെന്തായാലും ഇപ്പം എന്ത് കാര്യങ്ങളായാലും ഞാൻ കൂടുതൽ നാളെടുത്ത് വെക്കൂല. കാരണം അത് നമുക്ക് വീട്ടിൽ കുറേ സാധനം ഇങ്ങനെ കുത്തി നിറഞ്ഞ് എല്ലാം സൂക്ഷിക്കുക അങ്ങനത്തെ മെൻറ്റാലിറ്റി ഒന്നുമല്ല. ഞാൻ വേഗം ആർക്കെങ്കിലും ഇപ്പം ഡ്രസ്സായാലും എന്തായാലും ഞാൻ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കൂ. പിന്നെ കുറേ എന്താ പറയുക സാധനങ്ങൾ പഴകിയാൽ ആർക്ക് കൊടുക്കാണ്ട് ഇങ്ങനെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതൊരു മരുന്നിൻ്റെ ബോട്ടിലായാലും എന്തായി കഴിഞ്ഞാലോ ചീർപ്പായാലും കാര്യങ്ങളായാലും എല്ലാം ബാത്റൂമിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൻ്റെ തട്ടിൻ്റെ മുകളിൽ അങ്ങനെ തന്നെ വെക്കുക, അങ്ങനത്തെ പരിപാടിയേ ഇല്ല. എന്താ ഉള്ള ഇപ്പോൾ സ്കൂൾ ബുക്സ് ആയാലും ബാഗായാലും എല്ലാം ഒഴിവാക്കേണ്ടത് വേഗം ഞാൻ അങ്ങനെ ഒഴിവാക്കും. അങ്ങനെ ഇവർക്ക് ഈ കിൻഡർ ജോയിൻ്റെ ടോയ്സ് ഭയങ്കര ഇഷ്ടമൊന്നു. അങ്ങനെ അത് പറയാം. ഇതിൽ പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് സർപ്രൈസായിട്ട് വന്നിട്ട്, ഫ്രണ്ട് വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ വന്നിട്ട് ഓൾക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഓളുടെ ബർത്ത്ഡേക്ക് ഇവളും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഗിഫ്റ്റ് കൊടുക്കും. ഇവളെ ബർത്ത്ഡേക്ക് ഇവളും അങ്ങനെ കൊടുക്കും. അങ്ങനെ അപ്പം ആൾ പെട്ടെന്ന് വന്നേരം ഞാൻ എന്തോ ഭാഗ്യത്തിന് ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിന്. അറിയാമല്ലോ പെരുന്നാൾ കഴിഞ്ഞാൽ ബീഫ് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വേഗം ബീഫ് ബിരിയാണി ഉണ്ടാക്കി. വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല, കാരണം അറിയാലോ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ഈസി ആവില്ല. അങ്ങനെ ഞാൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും അത് ഉണ്ടായിട്ടില്ല. ഞാൻ ഓളെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് വരായിരുന്നു എന്ന്. കാരണം നമുക്ക് പെട്ടെന്ന് ബിരിയാണി ചിക്കൻ ഫ്രൈ അങ്ങനത്തെ അല്ലേ ഉണ്ടാക്കാൻ കഴിയുമോ, പുഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, കൂടുതലായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം ഒരു 30 മിനിറ്റ് കൊണ്ടെങ്ങാനും ഉണ്ടാക്കിയെടുത്തതാണത്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച്. ഇതിപ്പം സ്കൂള് തുറന്ന ദിവസത്തെ വിശേഷങ്ങളാണ്. സ്കൂള് തുറന്ന ദിവസം ടിഫിൻ ബോക്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴേക്ക് സ്കൂൾ വിടും. 8:30 സ്റ്റാർട്ട്, 8:40 മറ്റും സ്റ്റാർട്ട് ചെയ്യും, 12:30 വിടും. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കാര്യം സാധാ മുട്ട പഴം അതെല്ലാം ഒന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് യൂണിഫോം ഇട്ടിട്ടുണ്ടായിട്ടില്ല ഫസ്റ്റ് ദിവസം മുഹമ്മദ്. അങ്ങനെ സ്കൂളിലേക്ക് ഞാനും ഇക്കിയും മുഹമ്മദും മൈസിയും കൂടിയിട്ട് അങ്ങനെ സ്കൂളിലേക്ക് പോക്കാന്ന്. മുഹമ്മദിനും മൈസക്കുമാണ് ക്ലാസ് തുടങ്ങിയത്. അങ്ങനെ സ്കൂളിൽ പോയി ഫസ്റ്റ് ഡേ മക്കളെ കൊണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാനും ഇക്കിയും കൂടിയിട്ടാണ് കൊണ്ടാക്കിയ. ഇക്കാരണം നീ വണ്ടി എടുത്തോ, കാര്യം നീ എന്നെ ഓഫീസിലേക്ക് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക സ്കൂളിലേക്ക് എത്തി. അത്രക്കെല്ലാം തന്നെയാണ്. നല്ല രസമുണ്ടായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുമ്പം അത് പാരൻസിനാലും കുട്ടികൾക്ക് കഴിഞ്ഞാലും ഒരു പ്രത്യേക ഫീൽ ആയിരിക്കില്ല ഉണ്ടാവുക. അങ്ങനെ പിന്നെന്താ, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ച സ്കൂളെല്ലാം ആകുമ്പം ഇവിടെ മൊത്തത്തിലും മരങ്ങളാണ്, മാവാണ്. കുട്ടികൾക്ക് പഠിക്കാൻ എന്താ പറയുക ഒരു സ്കൂളാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. ചുറ്റോടും നല്ല പ്രകൃതി, എന്താ പറയുക അടിപൊളിയാണ്.
സ്കൂള് മൊത്തത്തിൽ കാണൂല, നല്ല വലിയ ഏരിയ ആണ്, പക്ഷെ മാവാണ്. അപ്പം നമ്മൾ ചെറുതിൽ പഠിക്കുന്ന സമയേ ഈ മാവുകളും കാര്യങ്ങളെല്ലാം തന്നെയാണ്. നല്ല രസമൊന്നു സ്കൂള്, ജൂണിൽ സ്കൂളെല്ലാം തുറന്ന മഴയത്ത്, പിന്നെ കുറേ പഴുത്ത മാങ്ങ ഉണ്ടാവും, അതെല്ലാം ഓർമ്മ വരും. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഇക്കാനെയും കൊണ്ടാക്കി തിരിച്ച് വന്നേരം വീട്ടിൽ കുറേ പണികളുണ്ട്. കാര്യം അറിയാലോ, കഴിഞ്ഞ ഇത് വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇതിന് മുമ്പേയും അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഭയങ്കര തിരക്കിലുണ്ടായിട്ടുണ്ടായിന്. കുറേ ദിവസങ്ങൾ എൻഗേജ്മെൻറ്റും പിന്നെ പുറത്തു പോകാനുണ്ടായിട്ടുണ്ടായിന്, ബിസിനസ്സിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ മൊത്തത്തിൽ ബിസിയാണ് ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് പണികൾ ബാക്കിയാണ്. ഒരുപാട് കബോർഡും കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനും എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെന്താ, ഇനിയിപ്പം പഴയ പോലെ ടിഫിൻ ബോക്സും കാര്യങ്ങളും നമ്മൾ രാവിലത്തെ ആ റൂട്ടീനും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെന്താ, ഞാനില്ലേ സപ്പോർട്ട് അടിച്ചിട്ടുണ്ടായിന് കുറേ നാളായി. ഞാൻ ആ ചട്ടിയിൽ വെള്ളം ഉണ്ടോ നോക്കിയതാണേ. കുറേ നാളിങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് വന്നതിനാൽ ആ ചെടിയെല്ലാം നല്ലോണം ഡ്രൈ ആയി പോവും. അപ്പം വെള്ളം ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇനിയിപ്പം കുറേ സപ്പോർട്ട് പിടിച്ചിട്ടുണ്ടായിന്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേലും കുറച്ച് വലിയ സൈസിലാണ് പിടിച്ചത്. കാര്യം കോയിൻ്റെ ആ ഒരു വളം ഉണ്ടായതുകൊണ്ട് തന്നെ കോയിന് ഇതിലുണ്ടായിട്ടില്ലേ കോയി, അപ്പം കോയിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം എന്താ പറയുക, ഈ ഒരു സപ്പോർട്ട വലുതായിട്ടുണ്ടായിനെ. അപ്പം ഞാനും ബിസിയാണ്ടായിട്ടുണ്ടായിന്, എനിക്കും ബിസിയാണ്ടായിട്ടുണ്ടായിന്. ഇത് പറിക്കാൻ സമയം വേണ്ടേ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്നും കൂടി പറിച്ചിട്ടില്ലെങ്കിൽ എല്ലാം നിലത്ത് വീണോ. അങ്ങനെ സത്യം പറഞ്ഞാലും മരത്തും തന്നെ പഴുത്തിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റില്ല മരത്തും തന്നെ പഴുത്തിട്ട് കഴിക്കാൻ വേണ്ടിക്ക്. മാഷാ അല്ലാ, ഇതെല്ലാം കണ്ടാൽ ഇങ്ങനെ തൊട്ടതിനാൽ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് ഈ ഒരു വലിപ്പത്തിലല്ല, നല്ല വലിപ്പമുള്ള ഐറ്റെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ, ഞാൻ കുറേയെല്ലാം പറിച്ചേ. ഇനിയിപ്പം കുറച്ചും കൂടി ബാക്കിയുണ്ട്, അതൊക്കെ പറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മളില്ലേ മഴ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഇല്ലേ നല്ലോണം മാൻ്റെ ചാറെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ വെഴുക്ക് വരുന്നുണ്ട്. അത് ഡെയിലി കഴുകണം. ഞാനിപ്പോൾ കുറേ നാളായിട്ട് കഴുകാൻ തുടങ്ങിയോണ്ട് എന്താ പറയുക, എല്ലാ മഴയ്ക്കും ഇങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ ആ ഒരു ഡോറിൻ്റെ കട്ടിലില്ലേ, കട്ടില എന്താ പറയുക മൊത്തത്തിൽ പോയി പോകുന്നു, മരമല്ലേ. അങ്ങനെ ഇപ്പം എനിക്ക് ഇപ്പോൾ 2 വണ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഇക്കാൻ്റെത് ഒരു കാർ പോർച്ചും കൂടി നമുക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ കാർ പോർച്ചിൻ്റെ പണിയും പിന്നെ എന്താ പറയുക ആ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും കവറിങ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളെല്ലാം ആയിട്ട് വരാം. പിന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് മാറ്റപ്പണികളെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മളെ വീട് കൂടിയിട്ട് ഇപ്പം 5 വർഷം ആവാനായി, 5 6 വർഷം ആവാനായി, കറക്റ്റ് ഓർമ്മയില്ല, 5 ആയിരിക്കും. അപ്പം ഒക്കെ പറയലാന്ന് കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തണമെന്ന്. അതെല്ലാം എന്തെല്ലാനാന്ന് ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോസിലെല്ലാം ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.